കൊടുത്തിട്ട് നമുക്ക് വലിയ കേടുപാടൊന്നും കൂടാതെ നല്ല രീതിയിൽ വിളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ഒരു മുളകും തൈകളും പറ്റാത്തൊരു വീടുണ്ടാവില്ല. കാരണം എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ള സാധനമാണ് മുളക്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് മുളക് നമുക്ക് വളരെ തുച്ഛം വിലയ്ക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഇന്നത്തെ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരുപാട് കീടനാശിനി ഉപയോഗിക്കുന്ന ഒന്നാണ് മുളക്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ 1-2 മുളകും തൈ നിർബന്ധമായിട്ട് നമ്മൾ വെച്ചിരിക്കണം. അത് കുഴിച്ചിട്ട രീതിയും അതിന് കൊടുക്കേണ്ട വളങ്ങളും കൊടുക്കേണ്ട കീടനാശിനികളും ജൈവ കീടനാശിനി എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. മുളക് തൈ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കുറച്ച് മൂത്ത മുളകുകൾ എടുത്ത് ഞാൻ പാവി കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ മുളകുകൾ ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മൂത്ത മുളകുകളായാലും മതി. ഒരു വലിയ പരന്ന പാത്രത്തിൽ തന്നെയാണ് ഞാൻ പാവി കൊടുക്കുന്നത്. കുറച്ചധികം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. തൈകൾ മുളച്ച് വരുമ്പോൾ തന്നെ ഇത്തിരി ആരോഗ്യത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് അതിനെ ഞാനൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൈകൾ മുളച്ച് വരുമ്പോൾ തന്നെ ഇത്തിരി ആരോഗ്യത്തോടു കൂടി വളരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലും വളമൊക്കെ ചേർത്ത് കൊടുക്കാം. ആരോഗ്യമില്ലാതെ മുളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടികൾക്ക് മുരടിപ്പ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ തൈകൾ കണ്ടില്ലേ, എന്തൊരു ഉന്മേഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. നടുമ്പോൾ നമ്മൾ ചട്ടിയിൽ നടുകയാണെങ്കിൽ അതിന് കൊടുത്ത വളങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. കുറച്ച് വലിയ ചട്ടിയാണെങ്കിൽ 2-3 വർഷമൊക്കെ അതിൽ നിൽക്കുകയും ചെയ്യും. നമ്മൾ നിലത്ത് നടുകയാണെങ്കിൽ അതിന് ഒരുപാട് വിശാലതയിൽ നമുക്ക് അതിന് വളങ്ങളും അതേപോലെ വെള്ളമൊക്കെ വലിച്ചെടുക്കാനും കഴിയും. 1-2 ദിവസം നനച്ചിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് നടാം. ഇപ്പം നമ്മൾ ചട്ടിയിലാണ് നടുന്നത്. മുളക് തൈകൾക്ക് ഏറ്റവും ചെറുപ്പമുള്ള പ്രായത്തിൽ തന്നെയാണ് കൂടുതലും മുരടിപ്പ് വരാനുള്ള സാധ്യത. അപ്പോൾ അതിന് മുരടിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വേപ്പും മണ്ണിൽ ഞാൻ വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ മണ്ണ് ഒരുക്കിയിട്ടുള്ളത്. മുളകും തൈകൾ കണ്ടില്ല, നല്ല പറിച്ച് നടാനുള്ള പ്രായത്തിലായിട്ടുണ്ട്. 4-5 ഇലകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. വലുത് നോക്കി എപ്പോഴും നമ്മൾ പറിച്ചെടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ളത് ഒന്നും കൂടി ആരോഗ്യത്തോടു കൂടി വളരുകയും ചെയ്യും. പറിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഇത്തിരി മണ്ണും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവില്ല. ഏത് തൈകൾ നടുകയാണെങ്കിലും അതിന് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഹെയർ ഹോൾ ശരിക്കും നമ്മൾ വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ നമ്മൾ സംവിധാനിക്കേണ്ടതുണ്ട്. ഞാനൊരു വലിയ കല്ല് ഹോളിന് ശരിക്കും ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ വെള്ളം കെട്ടിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏത് തൈകൾ ഇതേപോലെ നടുകയാണെങ്കിലും നമ്മൾ കുറച്ച് പച്ചപ്പുല്ലും കരിയിലും കൂടി ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മറ്റു വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കൂടിയിട്ടും ഇത് രണ്ടും കൂടി നല്ല വളമായി മാറുകയും അതിന് ചെടികൾക്ക് നന്നായി വളം വലിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. പൈസയ്ക്കൊന്നും യാതൊരു ചിലവില്ലാത്തൊരു വളമായതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റിയൊരു രീതിയാണിത്. നടുമ്പോൾ തന്നെ ഇതേപോലെ കുറച്ച് വേപ്പും പിണ്ണാക്കൊക്കെ മിക്സ് ചെയ്ത മണ്ണാണ് ആദ്യം തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്നുള്ള കീടബാധകൾ നമുക്കറിയാലോ. വേപ്പും പിണ്ണാക്ക് ഏറ്റവും നല്ലൊരു കീടനാശിനി കൂടിയാണെന്നുള്ളത്. ഇതുപോലെ ചട്ടിയിലൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തണലിലേക്ക് മാറ്റി വയ്ക്കാൻ നല്ലത്. ഈ തൈകൾ ഞാൻ മണ്ണിൽ നടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. കുറച്ച് വലുതാകുമ്പോൾ തന്നെ ഞാനൊക്കെ പറിച്ച് ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് താഴത്ത് നടുമ്പോൾ പെട്ടെന്ന് വാടി പോവില്ല, നല്ല ആരോഗ്യത്തോടു കൂടി വളരുകയും ചെയ്യും. ഈ കുഴിയിൽ ഇതേപോലെ ഞാൻ കുറച്ച് വേപ്പും മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ്, ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ട് തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഈ ചെടി 1 മാസത്തോളം ഈ ബോട്ടിൽ നിന്നതാണ്. ഇപ്പം അത് കണ്ടില്ലേ, നല്ലോണം വേരുകൾ വന്നിട്ടുണ്ട്. പെട്ടെന്ന് വളരുകയും ചെയ്യും, കേടുപാടൊന്നും വരില്ല. നമുക്ക് പുറത്ത് പോയി നനയ്ക്കുകയും വേണ്ട. നമ്മളെ വീട്ടിൻ്റെ അടുത്തിരുന്നിട്ട് നമുക്ക് നനച്ച് കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കൊണ്ട് കുഴിച്ചിട്ടാൽ മതി. അത്രയും സമയം നമുക്കൊരു റിസ്ക്കും ഇല്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നന്നായി വേരൊക്കെ പിടിച്ച് കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൂമ്പൊക്കെ നുള്ളി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരുപാട് ബ്രാഞ്ചസ് ഇതിൽ ഉണ്ടായി കിട്ടും. ഈ ഇലയുടെ വ്യത്യാസം കണ്ടില്ലേ, ഇത് നമ്മുടെ കാന്താരി മുളകിൻ്റെ തൈയല്ല കേട്ടാ, ഇത് നമ്മുടെ സാധാരണ നീളൻ മുളകിൻ്റെ തൈയാണ്. ഇതാണ് ചീല ഉണ്ടാവുകയാണെന്നുവെച്ചെങ്കിൽ കൊല കുത്തിയിട്ടുണ്ടാവുക. കണ്ടില്ലേ, നമ്മൾ ചെടി മുറിഞ്ഞ് വീഴാൻ പാകത്തിലായിട്ട് നിറഞ്ഞ് നിൽക്കണത്. ഒരുപാട് മുളകും തൈകളും ഒരുപാട് മുളകും ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് ഒരുമിച്ച് പൊട്ടിച്ചെടുക്കാനും സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് നിന്ന് പഴുത്ത് നിൽക്കുകയാണ് പതിവുള്ളത്. സമയം കിട്ടുമ്പോഴാണ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് വിളവെടുക്കാൻ നിൽക്കാറ്. ഇപ്പോൾ ഒരു 4-5 തരം മുളക് തൈകൾ മാത്രമാണ്, വെറൈറ്റികൾ മാത്രമേ നമ്മുടെ വീട്ടിലുള്ളൂ. അശ്രദ്ധ കാരണം തന്നെ കുറേയൊക്കെ നഷ്ടപ്പെട്ടതുമാണ്. ഇപ്പോൾ ഞാൻ കുറേ എണ്ണമൊക്കെ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 10-12 ഇനങ്ങളാകുമ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മുളകിനെ കുറിച്ച് നമുക്ക് ചെയ്യാം. ഇതൊക്കെ ഏകദേശമൊക്കെ വിളവെടുക്കാറായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കുറേ അധികം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൂടി ഒന്ന് വിളവെടുക്കാം. നമുക്ക് മുഴുവൻ എടുക്കാൻ സമയത്തില്ലെങ്കിലും കൂടിയിട്ട് ഉള്ളത് കുറച്ചൊന്നും നമുക്കിപ്പോൾ വിളവെടുക്കാം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം. നമ്മൾ ആദ്യം കണ്ട ഈ ഒറ്റ മുളകും തൈ നിന്നാണ് നമ്മൾ ഈ വിളവെടുക്കുന്നത്.
നല്ല രീതിയിൽ നമ്മൾ പരിപാലിക്കുകയാണെന്ന് വെച്ചാൽ മുളക് പൊട്ടിച്ച് നമുക്ക് കൈ കുഴയൂട്ടാ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു മുളകും തൈന്ന് കിട്ടിയ മുളകാണിത്. ഉണ്ടാവും ഒരു ചട്ടി ഇത് പൊട്ടിച്ച മുളകുകളാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നമുക്ക് ഒരു 2 3 വെച്ച് ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം നമുക്ക് ഉപയോഗിക്കാണ്ടാവും? ഇതുകൊണ്ടൊന്നും ആയില്ലട്ടാ. മുളകും തൈ അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ കായ്ച്ചു നിൽക്കുകയാണ്. പച്ചമുളകിന് ഏറ്റവും കൂടുതൽ വരുന്ന രോഗമാണ് മുരടിപ്പ്. മുരടിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചെടികൾ നശിച്ചു പോകാൻ സാധ്യത ഉള്ളത്. പക്ഷെ അതിനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതാണല്ലോ രോഗത്തിനുള്ള നമ്മൾ മരുന്നൊക്കെ നമ്മൾ തെളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിരന്തരമായിട്ട് ശ്രദ്ധ കൊണ്ട് നമുക്ക് അതിന് മാറ്റിയെടുക്കാനും പറ്റും. നമ്മുടെ ഈ മുളക് തൈ കണ്ടില്ലേ, ഇതിൻ്റെ ഇലയൊക്കെ ചുറ്റി ചുളിഞ്ഞിട്ട് വളരെയധികം നാശമായിട്ടാണ് നിൽക്കുന്നത്. ഇതിനെ നമുക്ക് നന്നാക്കി എടുക്കണമെങ്കിൽ എന്താ ചെയ്യാൻ നോക്കാം. നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് നമുക്കൊരു 2 3 ദിവസം നമ്മുടെ കഞ്ഞിവെള്ളത്തിട്ട് പുളിപ്പിച്ചിട്ട് അത് തെളിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വളമാണിത്. ഇത് നമ്മുടെ പച്ചമുളകിന് കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുരടിപ്പൊക്കെ ഒരു പരിധി വരെ മാറി കിട്ടാനും സാധിക്കും. പിന്നെ എന്നിട്ടും മുരടിപ്പ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് തൂമ്പൊന്നുള്ളി കൊടുത്തതിന് ശേഷം അതിന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പുതിയ ബ്രാഞ്ചസ് വരുമ്പോൾ നല്ല ഇലകളായിട്ടാണ് വിരിഞ്ഞു വരിക. നമ്മുടെ ഉണ്ടമുളകാണിത്. നിറഞ്ഞ് കായ്ച്ചു നിൽക്കുകയാണ്, കണ്ടില്ലേ, ഇവിടെ ഒക്കെ ഉണ്ട്, കണ്ടില്ലേ. അതിൻ്റെ ഒരു വിളവെടുപ്പാണെന്ന്. ഇത് 1 2 എണ്ണം മതി നമുക്ക് കറിയിലിടുകയാണെങ്കിൽ. നല്ല എരിവുള്ള മുളകാണ്. പച്ചക്കറിയിലൊക്കെ ആണെങ്കിൽ ഒരു മുളക് ഇട്ടാൽ മതി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മാത്രം 2 മുളക് ഇട്ടാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് ചുവന്ന മുളക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വിത്തായിട്ട് പാവി കൊടുക്കുകയും ചെയ്യാം. ഈ മുളക് സാധാരണ വെള്ളമുളകിൻ്റെ അത്ര, കടലാസ് മുളകിൻ്റെ അത്ര കളറില്ല. പക്ഷെ അതിനേക്കാളും കുറച്ചൊരു ഉണ്ട മുളകാണ്. ഒത്തിരി വണ്ണം കൂടിയ മുളകാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടാ. അതുപോലെ ഉണ്ടാക്കാൻ പറ്റിയൊരു വളമാണ് വേപ്പെണ്ണയും വെളുത്തുള്ളിയും അതേപോലെ കാന്താരി മുളക് കൂടി ചേർന്നിട്ടുള്ള ഒരു മിശ്രിതം ഉണ്ടാക്കൽ. അതും ഇതേപോലെ ഒരുമിച്ച് മിക്സിയിൽ അടിച്ചിട്ട് തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കീടങ്ങളെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതിനൊന്നും പറ്റില്ലാത്ത പ്രയാസമുള്ളവർക്ക് ആണെങ്കിൽ നമുക്കത് ബോട്ടിലായിട്ട് വാങ്ങിക്കാനും കിട്ടും. ഇത് 100 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ്. ഇതൊരു 10-12 പ്രാവശ്യമെങ്കിലും നമുക്കത് ഉപയോഗിക്കാനുണ്ടാവും. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടം വരില്ല കേട്ടോ. നമുക്ക് മെനക്കെടുള്ളവർക്ക് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. കലി വെറുതെ ഇതേപോലെ 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഒരു 10 ഗ്രാം ഒഴിച്ചിട്ട് നമുക്ക് കലക്കിയെടുത്താലും മതി. ഇനി പൈസ കൊടുത്ത് വാങ്ങാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഇത് 3 കൂടി മിക്സിയിലെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1ാം തരം ജൈവ കീടനാശിനി തയ്യാറായി. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചെടിയുടെ മേലെ കൂടെ തലയിൽ കൂടെ വേണം ഒഴിച്ചു കൊടുക്കാൻ. എല്ലാ ഇലകളൊക്കെ നല്ല മുങ്ങണ രീതിയിൽ. അതുപോലെ തന്നെ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് അടിയിലൊക്കെ ഇലയുടെ അടിയിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു കീടങ്ങളും പിന്നെ അതിലുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ മുളകും തൈക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളം എന്ന് പറഞ്ഞാൽ ഫിഷ് അമിനോ ആസിഡാണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് മറ്റു പല വളങ്ങളും അതിന് കൊടുക്കാൻ സാധിക്കും. വീട്ടിൽ നിന്നുള്ള വളങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കൊടുക്കാം. ഇതുപോലെ വളരെ സിമ്പിളായ രീതിയിൽ നമ്മുടെ വീടിൻ്റെ അടുക്കള തോട്ടത്തിൽ 1 2 പച്ചമുളക് തൈകളൊക്കെ നമുക്ക് പാവിയിട്ടുണ്ടാക്കാം. അതിനു വേണ്ടി ആരും ഒരു സമയം മെനക്കെടുത്തണമെന്ന് ആവശ്യമില്ല. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇഷ്ടംപോലെ മുളക് പൊടിച്ചെടുക്കാം എന്നുള്ള തെളിവെല്ലാം